റിവ്യൂസ് ബാൻ ചെയ്യാൻ പാടില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അതിനോടൊന്ന് ചോദിക്കുന്നു. തിയേറ്ററിലേക്ക് എത്തുമ്പോൾ ഈ മൂവിന് കിട്ടുന്ന എന്ത് ഫണ്ടാണെങ്കിലും അത് ഒരു ഫുട്ബോളിന്റെ ഒരു എന്താ പറയാ സ്റ്റേഡിയം പണിയാന്നും പറയുന്നുണ്ടായി. അപ്പൊ അതിനെപ്പറ്റി എന്താ പറയാ? നല്ലൊരു കാര്യമല്ലേ? അല്ല അത് മറ്റിപ്പോ എത്ര കിട്ടിയാലും അത് വെച്ച് ചെറിയ രീതിയിൽ ചെയ്യുമെന്നാണ് സാർ പറഞ്ഞത്. അങ്ങനെ ഒരു ഇനീഷ്യേറ്റീവ് ആണ് ഇപ്പൊ ഡയറക്ടറും ഇതിന്റെ പിന്നണി പ്രവർത്തകരൊക്കെ പറഞ്ഞിരിക്കുന്നത്. നല്ലൊരു മൂവ്മെന്റ് ആണ്. അത് അതേപോലെ തന്നെ നടക്കട്ടെ ദൈവാനുഗ്രഹത്താൽ. നമുക്ക് നായികരെ കുറിച്ച് കണ്ടോ? പേര്? എന്റെ പേര് ആലിയ. ആലിയ. സ്ഥലം കൊല്ലം. ഈ സിനിമയിലേക്ക് എങ്ങനെയാണ് കാസ്റ്റ് ആയിപ്പെട്ടത്? ഈ മൂവിയിലേക്ക് ഇതിന്റെ ക്യാമറമാൻ ഷമീർ ജിബ്രു ആണ് ഈ മൂവിയിലേക്ക് വിളിക്കുന്നത്. ആണല്ലേ. ഈ ഒരു എന്താ പറയാ, ഇത് റൊമാൻസ് ആയിട്ട് അഭിനയിക്കുന്നുണ്ട്, ഇമോഷണൽ അഭിനയിക്കുന്നുണ്ട്, ദേഷ്യപ്പെടുന്നുണ്ട്. ആ ഒരു 3 തരം ഡിഫറെന്റ് ആ ഷെയ്ഡ്സ് എങ്ങനെയാണ് അഭിനയിച്ച് പഠിപ്പിക്കാൻ പറ്റിയത് താങ്കൾക്ക്? അത് ആ ഹസി എന്ന് പറയുന്ന ആളുടെ സിറ്റുവേഷൻ ആണ്. ഹസി ഒരുപാട് സ്വപ്നങ്ങളും പ്രതീക്ഷകളും ഒക്കെ ആയിട്ടാണ്. ഏതൊരു ഭാര്യയെ പോലെയും തന്റെ ഭർത്താവ്, മക്കള്, കുടുംബം എന്ന് പറയുന്ന ഒരു പൊസസീവ് ആയിട്ടുള്ള ഒരു വൈഫാണ്. പക്ഷേ ആളുടെ ലൈഫിലേക്ക് കല്യാണം കഴിഞ്ഞ് എത്തിയിട്ട് ആള് ഉദ്ദേശിക്കുന്ന രീതിയിലൊന്നും നേടാൻ കഴിഞ്ഞില്ല. അപ്പം തന്റെ ജീവിതവും തന്റെ മകളോ മകനോ തന്റെ കുടുംബം അത് മാത്രമേ അവളുടെ ലോകത്തുള്ളൂ. സോ മുത്തു എന്ന് പറയുന്ന ക്യാരക്ടറാണ് അഖിൽ ചെയ്യുന്നത്. മുത്തുവിന്റെ യഥാർത്ഥ ഇന്റൻഷൻ എന്താണെന്ന് ഹസിക്ക് അവള് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നില്ല. അപ്പൊ അങ്ങനെയുള്ളൊരു കഥാപാത്രമായിരുന്നു ചെയ്യാനുണ്ടായിരുന്നത്. ഇതിലേക്ക് വരുമ്പോൾ ഒരുപാട് ഹോംവർക്ക് ഒക്കെ വന്നിരുന്നു പടത്തിലേക്ക്? ഹോംവർക്ക് അങ്ങനെ ചെയ്യേണ്ടി വന്നിട്ടില്ല. കാരണം ഇവരാണ് കഷ്ടപ്പെട്ടത് കൂടുതലും. എനിക്ക് സ്പോർട്സ് റിലേറ്റഡ് മൂവിയുടെ ഭാഗമായി എന്നുള്ളത് സത്യമാണ്. പക്ഷെ ഒരു സാധാരണ കഥാപാത്രമാണ് ചെയ്തത്. അങ്ങനെ ഫിസിക്കൽ കഷ്ടപ്പാടുകളൊന്നും ഉണ്ടായിരുന്നില്ല. കഷ്ടപ്പാടല്ല ഇവർക്കൊക്കെ ആയിരുന്നു. ഇതിലേക്ക് എന്താ പറയാ, അഭിനയിക്കാൻ വന്നപ്പോ ഒരുപാട് സോങ് ഒക്കെ കണ്ടു. ഡാൻസ് പഠിച്ചിട്ടുണ്ടോ? ഇല്ല, ഡാൻസ് പഠിച്ചിട്ടില്ല. ഡാൻസ് കണ്ടിട്ടില്ല, എന്നാലും ഞാൻ ചോദിച്ചതാ. ഇല്ല, അങ്ങനെ ഉണ്ടായിരുന്നില്ല ഇതില്. ഡാൻസ് പഠിച്ചിട്ടില്ല, പക്ഷെ ആവശ്യമാവുന്ന സാഹചര്യത്തിൽ ചെയ്യാറുണ്ട്. മുമ്പ് ഏത് പടങ്ങളിലേക്കാണ് വർക്ക് ചെയ്തിട്ടുള്ളത്? ലാസ്റ്റ് റിലീസ് ആയത് ജങ്കാർ എന്ന് പറയുന്ന മൂവിയായിരുന്നു. അതില് ഒരു പഞ്ചാബി പെൺകുട്ടിയുടെ ക്യാരക്ടറാണ് ചെയ്തത്. ജങ്കാർ. അതില് ശബരി ശർമ്മയുടെ പേരായിട്ടായിരുന്നു ചെയ്തത്. ആണല്ലേ. അപ്പൊ ഈ പടത്തിൽ ഏതെങ്കിലും 2 പാട്ട് പാടാൻ പറ്റും? അറിയാമെങ്കിൽ ഒരു ഡയലോഗ് പറയാൻ പറ്റും പടത്തില്ല ഏതെങ്കിലും അറിയാവുന്ന? ചേട്ടന് ഒരുപാട് എനിക്ക് അടുത്തായിട്ട് ചോദിക്കാനുള്ള, ചേട്ടന് ഒരുപാട് പടങ്ങൾ ചെയ്തിട്ടുണ്ട് അല്ലെ? 6-8 പടങ്ങളല്ലേ? അപ്പൊ എല്ലാ പടങ്ങളിലും ഈ ഒരു ബിയർഡ് ഗെറ്റപ്പിലാണ് താങ്കളെ കാണുന്നത്. അങ്ങനെ ഒരു ഗെറ്റപ്പിലാണ് ഞാൻ എല്ലാ പടങ്ങളിലും എത്തിപ്പെടുന്നത്. അപ്പോൾ ഇനിയൊരു പടം വരികയാണെങ്കിൽ ഈ ഒരു ഗെറ്റപ്പിൽ നിന്ന് മാറിയിട്ട് മേക്ക് ഓവർ ചെയ്യാനായിട്ട് താങ്കൾക്ക്? മേക്ക് ഓവർ ചെയ്യാനായിട്ട് നമുക്ക് ഒബ്വിയസ്ലി ആഗ്രഹമുണ്ട്. ഇപ്പൊ ഒരു പടത്തിൽ അടുത്ത് തന്നെ വരും. താങ്കളുടെ പടത്തിൽ ക്ലീൻ ഷേവ് ചെയ്ത് അഭിനയിക്കാൻ പറഞ്ഞ ചെയ്യും? പിന്നെ നമ്മൾ എന്തിനും തയ്യാറല്ലോ. അതുള്ള ഒരു ആർട്ടിസ്റ്റ് എന്ന് പറയുന്നത്. നമ്മള് ഒരുപാട് ചെക്ക് ചെയ്തപ്പോഴൊക്കെ ഈ ലുക്കിലാണ് എല്ലാ പടങ്ങളിലും കണ്ടിന്യൂസ് ആയിട്ട് ഈ ലുക്കിൽ തന്നെയാണ്. അതുകൊണ്ടോ മേ ബി ആ പടം കിട്ടുന്ന ടൈമിൽ ഞാൻ ഈ ലുക്കിലായിരിക്കും ചിലപ്പോൾ. ഞാനങ്ങനെ താടി അങ്ങനെ പഠിക്കാറില്ല. ഈ തിയേറ്റർ സക്സസ് താങ്കൾ നോക്കാറുണ്ടോ? താങ്കളുടെ പടങ്ങളൊക്കെ തിയേറ്ററിൽ വലിയ രീതിയിൽ സക്സസ് ആയിട്ട് തോന്നിയിട്ടുണ്ടോ? അല്ല, നമ്മള് എങ്ങനെ ചെയ്താലും തിയേറ്ററിൽ സക്സസ് ആവണം. യൂട്യൂബിലൊക്കെ ഭയങ്കര മില്യൺ വ്യൂ ഒക്കെ ഉണ്ട് താങ്കളുടെ ഓരോ പടത്തിന്റെ. മില്യൺ വ്യൂ കിട്ടിയിട്ട് നമുക്ക് കാര്യമില്ല. അൾട്ടിമേറ്റ്ലി പടം തിയേറ്റർ സക്സസ് ആവണം. ആളുകളിലേക്ക് എത്തുള്ളൂ. ആളുകളിലേക്ക് എത്തിയാലേ നമുക്ക് ഒരു ആർട്ടിസ്റ്റ് ആയാലും. തിയേറ്റർ സക്സസ് ആണെങ്കിൽ എന്താണ് നമുക്ക് ചെയ്യേണ്ടത്? ഓരോ നായകന്മാരും നടിമാരും ചെയ്ത് നായകൻ നടി എന്താണ് ചെയ്യേണ്ടത്? ആ കഥയിൽ ഒരു ക്യാരക്ടർ വരുമ്പോഴേ എന്ത് ഇംപ്രൂവൈസ് ചെയ്യാൻ പറ്റും? നായകനും നടിയും അതിനനുസരിച്ചുള്ള ഹോംവർക്കുകളും കാര്യങ്ങളും ചെയ്യുക. അങ്ങനത്തെ ഇതാണെങ്കിൽ ഇപ്പൊ ഈ ഒരു സിനിമ മലബാർ ബേസ് ചെയ്തൊരു സിനിമ. ഞാനൊരു തൃശ്ശൂരുകാരനാണ്. അപ്പൊ എനിക്ക് ആ ലാംഗ്വേജും കാര്യങ്ങളും പഠിക്കാനായിട്ട് ഇത്തിരി ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അപ്പൊ അത് ഞാൻ അതിനനുസരിച്ച് ഹോംവർക്ക് ചെയ്യാറുണ്ട്. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. കാരണം ഈ പുതുമുഖങ്ങളുടെ ഒരുപാട് പടങ്ങൾ ഇപ്പോൾ വിജയിക്കുന്നുണ്ട്. ഇപ്പൊ ഡർബി ആണെങ്കിലും വായ ആണെങ്കിലും എല്ലാം ഓൾമോസ്റ്റ് വിജയിക്കുന്നുണ്ട്. അപ്പൊ ഈ ഒരു പടത്തിലേക്ക് എത്തുമ്പോൾ ആ ഒരു സക്സസ് പ്രതീക്ഷിക്കുന്നുണ്ടോ മനസ്സുകൊണ്ട്? നമ്മൾ എല്ലാ പടവും ചെയ്തു കഴിഞ്ഞ് അതിന്റെ റിലീസിന് നമ്മൾ ഈ ഒരു സക്സസ് പ്രതീക്ഷിച്ചിട്ടാണ്, നമ്മൾ പോസിറ്റീവായിട്ട് പ്രതീക്ഷിച്ചിട്ടാണ് നമ്മൾ എല്ലാ സിനിമകളും. എന്തുകൊണ്ടായിരിക്കും ചില പടങ്ങള് നല്ല പടങ്ങളായിട്ടും നെഗറ്റീവായിട്ട് റിവ്യൂ പറയുന്നത്? നെഗറ്റീവായിട്ട് റിവ്യൂ അല്ല, നല്ല പടങ്ങളായാലും തിയേറ്റർ സക്സസ് ആവില്ല. അത് ആർട്ടിസ്റ്റിന്റെ കുറവായിരിക്കാം. വലിയ നോൺ ആർട്ടിസ്റ്റുകൾ ഇല്ലാത്ത പടങ്ങളൊക്കെ തിയേറ്ററിൽ കിട്ടുക പൊതുവെ കുറവാണ്. റിലീസ് വരുന്നത് ജൂലൈ 3-ാം തീയതി. ജൂലൈ 3-ാം തീയതി റിലീസ് ആകുമ്പോൾ ഒരുപാട് പേര് ബ്ലോഗേഴ്സ് റിവ്യൂ പറയും. അപ്പൊ ആ റിവ്യൂവിനെ ഭയക്കുന്നുണ്ടോ? ഇല്ല, നല്ലതെങ്കിൽ നല്ലതെന്ന് പറയട്ടെ, ചീത്തയാണെങ്കിൽ ചീത്ത. ഒരാളുടെ പേര് നമുക്ക് എടുത്തു പറയാൻ പറ്റുന്ന അക്ഷൻ കോക്ക്, ആറട്ടുണ്ട്. ഇവര് 2